ജപ്പാനെതിരെ റഷ്യ വമ്പൻ നീക്കം നടത്തുകയാണോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ജപ്പാനുമായി തർക്കമുള്ള കുറിൽ ദ്വീപുകൾക്ക് സമീപം റഷ്യ ഇപ്പോൾ ഒരു വമ്പൻ പണി നടത്തിയിരിക്കുകയാണ്. തർക്കദ്വീപുകളെ ചൊല്ലി റഷ്യയും ജപ്പാനും തമ്മിൽ സംഘർഷം വർദ്ധിച്ചു വരികയാണ്. ടാസ് വാർത്താ ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം കുറിൽ ദ്വീപുകൾക്ക് സമീപം റഷ്യ വലിയ തോതിലുള്ള സൈനിക വിന്യാസം നടത്തിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. ഇതിൽ ആണവ അന്തർവാഹിനികളും ഗൈഡഡ് മിസൈൽ ക്രൂയിസറുകളും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ജപ്പാൻ ശക്തമായി എതിർത്ത അച്ചാറോഫു ദ്വീപിൽ നിന്ന് കപ്പൽ വിരുദ്ധ മിസൈലുകളും റഷ്യ വിജയകരമായി പരീക്ഷിച്ചു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. വ്യാഴാഴ്ച റഷ്യയുടെ പസഫിക് ഫ്ലീറ്റ് അറ്റാറോഫു ദ്വീപിൽ നിന്ന് ബാസ്റ്റിയൻ കപ്പൽ വിരുദ്ധ മിസൈലുകൾ തൊടുത്തുവിട്ടു എന്നുള്ളത് മറ്റൊരു കാര്യം. ശത്രു കപ്പലുകളെ ആക്രമിക്കുന്ന സാഹചര്യം പഠിക്കുന്നതിനാണ് ഈ അഭ്യാസം രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നും 300 കിലോമീറ്റർ വരെയുള്ള എല്ലാ ലക്ഷ്യങ്ങളും കൃത്യമായി ആക്രമിച്ചുവെന്നും റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ഇതേ തുടർന്ന് അറിയിക്കുകയും ചെയ്തു. റഷ്യൻ പ്രസിഡന്റ് പുടിൻ അടുത്തിടെ അറ്റാറോഫു ദ്വീപ് സന്ദർശിച്ച സാഹചര്യത്തിലാണ് ഈ സൈനികാഭ്യാസം നടന്നത് എന്നുള്ളതും നമ്മൾ എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. തർക്കത്തിലുള്ള 4 ദ്വീപുകളിൽ ഏറ്റവും വലിയ ദ്വീപാണിത്. ജപ്പാൻ ഇതിനെ വടക്കൻ പ്രദേശങ്ങൾ എന്ന് വിളിക്കുന്നു. അതേസമയം റഷ്യ ഇതിനെ കുരിൽ ദ്വീപുകളുടെ ഭാഗമായിട്ടാണ് കണക്കാക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. റഷ്യയുടെ ഈ സൈനിക വിന്യാസത്തിലും വൻ സൈനിക പ്രകടനങ്ങളിലും എല്ലാം തന്നെ വലിയ രീതിയിൽ ജപ്പാൻ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം, റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം നാൾക്ക് നാൾ കഴിയും തോറും അത്യധികം ഭയാനകരമായി മാറുകയാണ്. ഏത് നിമിഷം വേണമെങ്കിലും യൂറോപ്പിലേക്ക് വലിയൊരു ആക്രമണം റഷ്യ നടത്തിയേക്കാം എന്നുള്ള ഭീതി ഒരു സൈഡിൽ നിലനിൽക്കുന്നു. അങ്ങനെ യൂറോപ്പിലേക്ക് റഷ്യ ഒരു ആക്രമണം നടത്തിക്കഴിഞ്ഞാൽ ചൈന തായ്വാനിലേക്ക് കടന്നു കയറുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ജപ്പാൻ ആ സമയം വലിയ രീതിയിൽ പ്രക്ഷുബ്ധമാകും എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. ഇത് എവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ലോക രാജ്യങ്ങളെല്ലാം ഉറ്റുനോക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ജപ്പാന് നേരെ സൈനിക വിന്യാസവുമായി റഷ്യ രംഗത്തെത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.